ഇവിടെയുള്ള എല്ലാ ജനനേതാക്കൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നമസ്കാരം. ഇതൊരു വലിയ മാതൃകയാണ്. കേരളത്തിലെ യുവാക്കൾ 2-3 ദിവസമായിട്ട് നമ്മൾ പത്രത്തിൽ കാണുന്നത് യുവത്വം വഴിതെറ്റിപ്പോന്ന കാഴ്ചകൾ, യുവത്വം വഴിതെറ്റിപ്പോന്നതിൻ്റെ വാർത്തകളാണ് 2-3 ദിവസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റയാൾ തന്നെ കുറേ ആളുകളെ കൊല്ലുന്നു, സംഘം ചേർന്ന് സതീർത്ഥൻ്റെ കൂടെ പഠിക്കുന്ന ആളിനെ വധിക്കുന്നു, മയക്കുമരുന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ യുവത്വം ഇങ്ങനെ മുടിഞ്ഞു പോകുന്നു എന്നോർത്ത് വേദനിച്ചിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്ന് രാവിലെ അടക്കമുള്ള സന്ദർഭങ്ങൾ. അപ്പോഴാണ് DYFIയുടെ യൂത്ത് ബ്രിഗേഡ് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് സജ്ജരായി വന്നിരിക്കുന്ന എല്ലാ യുവ സഖാക്കളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മലയാളിക്ക് പരിസ്ഥിതിയോടുള്ള സമീപനം മാറേണ്ടതായിട്ടുണ്ട്. ഈ തോടുകളും ജലാശയങ്ങളും എന്തിനുള്ളതാണ്? ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇത് മലിനമാക്കാൻ തന്നെയുള്ളതാണ്. ഞാൻ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുനിന്ന് വരുന്ന ഒരാളാണ്. അഷ്ടമുടിക്കായൽ മലിനമാക്കപ്പെട്ടതുപോലെ വേറൊരു തടാകവും കേരളത്തിൽ മലിനമാക്കപ്പെട്ടിട്ടില്ല. വളരെ വലിയ മാലിന്യ കൂമ്പാരം തന്നെ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നഗരസഭ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടിട്ട് ആ മാലിന്യ കൂമ്പാരം, മാലിന്യ മല അവിടുന്ന് മാറ്റി അത് ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പരിസരം മുഴുവൻ, ആ പരിസരം മാത്രമല്ല, അഷ്ടമുടിക്കായലിൻ്റെ 8 ശാഖകളും അതിൻ്റെ ഉപശാഖകളും എല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കായലിൻ്റെ അടുത്ത് നിന്ന് പോയി നിന്നാൽ മതി. ദുർഗന്ധം കാരണം അവിടെ നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ വളരെ മാറ്റമുണ്ട്. അവിടെ ഈ യൂത്ത് ബ്രിഗേഡ് മാത്രമല്ല, അതിൽ ഇടപെട്ടത് കാരണം അവരൊക്കെ ഈ കായലിൽ മുങ്ങി ചാക്കൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നൊരു സ്ഥലമാണിത്. അതുപോലെ മാംസത്തിൻ്റെ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങളെല്ലാം തള്ളുന്നൊരു സ്ഥലമാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ, കൊല്ലം ബസ് സ്റ്റാൻഡിന് തൊട്ടിപ്പുറത്തുള്ള കായൽ. അവിടെ സന്നദ്ധരായിട്ട് വന്ന ആൾക്കാർ, DYFIയുടെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ആൾക്കാർ ഈ കായൽ മുങ്ങി മാലിന്യങ്ങൾ എടുത്തു മാറ്റുമായിരുന്നു. അത്രമാത്രം വളരെ ത്യാഗം സഹിച്ച് ഇത് ചെയ്യുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചെറുപ്പക്കാർ, യുവാക്കൾ ഇത് ചെയ്തത്. ഇത് ഒരു വലിയ മാതൃകയാണ്. ഞാൻ പറയാനുള്ള കാര്യം, ഈ അഷ്ടമുടിക്കായൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള നദികൾ ഇതുപോലെ മലിനമാക്കപ്പെട്ട നദികളാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും ഗംഗാനദിയോളം മലിനമാണോ ഈ നദികളെന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലുമല്ല. ഞാൻ ഗംഗാനദിയെ പല സ്ഥലങ്ങളിൽ വെച്ച്, ഹരിദ്വാറിന് അതിന് മുകളിൽ വെച്ച് ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഏതാണ്ട് ഗംഗോത്രിയുടെ അടുത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും താഴോട്ട് ഒഴുകുന്ന ഗംഗാനദിയെ അവിടെ വെച്ച് നമ്മൾ കാണുന്ന ഗംഗാനദി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ മഹാകുംഭമേള കഴിഞ്ഞതോടുകൂടി ലോകത്തിലെ ഏറ്റവും മലിന നദിയായിട്ട് ഗംഗാനദി മാറിയിട്ടുണ്ട്. അത്രയും മാലിന്യം എന്തായാലും കേരളത്തിൽ ഒരു നദിയിലും ഇല്ല. പക്ഷേ ഇത് പോരല്ലോ നമ്മളെ സംബന്ധിച്ചോളം. ഇങ്ങനെയായാൽ പോരല്ലോ. അത്രമാത്രം ചെറിയ മാലിന്യം പോലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഒരു തോട്, ഒരു കൈത്തോടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ നദി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിത ഉപാധിയാണ്. മനുഷ്യന് വെള്ളം വേണം, മനുഷ്യന് നല്ല വായു വേണം, അതുപോലെയുള്ള നല്ല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം, പരിസ്ഥിതി മലിനമാക്കാതിരിക്കപ്പെടണം, ശുചിത്വമുള്ളൊരു പരിസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് മലിനമാക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, ജനങ്ങളുടെ ഭാഗത്ത് നിർബന്ധമായിട്ട് ഉണ്ടാകണം. എന്ത് കണ്ടാലും അത് ചുരുട്ടി, ഏത് മലിന വസ്തുവായാലും ചുരുട്ടി അങ്ങോട്ട് എറിയാന്ന് പറയുന്നത് ശരിയുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഹരിതകർമ്മ സേനയ്ക്ക് എന്തിനാണ് മാസം 50 രൂപ നമ്മൾ കൊടുക്കുന്നത്? അത് 50 രൂപയല്ല 100 രൂപ കൊടുത്താലും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല, അവരവർ സഹകരിക്കണം. ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കാര്യം എടുക്കാൻ ഇല്ലെങ്കിൽ കൂടിയും അവരുടെ ജീവിതത്തെ മുൻനിർത്തി ഒരു 50 രൂപ കൊടുക്കുന്നതിന് കേരളത്തിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ പറ്റിയവരും ഒക്കെയാണല്ലോ ചെയ്യുന്നത്. 50 രൂപ കൊടുക്കാവുന്നേ ഉള്ളൂ. അവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ വലുതാണ്. അതുകൊണ്ട് പരിഹരിക്കപ്പെടത്തില്ല പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള ക്ലീനിങ്ങുകൾ മാത്രമല്ല, ഈ നദികളും കൈത്തോടുകളും, കണ്ണൂർ ജില്ലയിലെ 2-3 നദികൾ DYFIയുടെ യൂത്ത് ബ്രിഗേഡ് തന്നെ ശുചിയാക്കിയത് എനിക്കറിയാം. എനിക്കൂടി നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് അത്. കേരളത്തിലുടനീളമുള്ള നദികൾ ഇതുപോലെ ശുചിയാക്കേണ്ടിയിരിക്കുന്നു, നദികൾ വൃത്തിയുള്ളതാക്കേണ്ടിയിരിക്കുന്നു, കൈത്തോടുകൾ വൃത്തിയുള്ളതാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ജീവിതം ഉണ്ടായി വരേണ്ടത്.
ഇതിന്റെ തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും നല്ല കൃഷി ഉണ്ടായി വരേണ്ടത്. മനുഷ്യൻ സ്വസ്ഥതയോടെ ജീവിക്കാൻ, നല്ല ശ്വാസം കിട്ടത്തക്ക രീതിയിൽ നല്ല പ്രാണവായു കിട്ടി നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോടുകൾ മാലിന്യമില്ലാതുള്ള തോടുകളായിരിക്കണം. നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നേതാക്കന്മാർ പല ആളുകളും മറ്റു പല രാജ്യങ്ങളിലും പോയിട്ടുള്ളവരാണ്. അവിടെയുള്ള നദികളൊക്കെ കണ്ടാൽ ശുദ്ധമാണ്, ഏറ്റവും ശുദ്ധിയുള്ള നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന നദികളുടെ ചെറിയ തോടുകൾ പോലും. ആ തോടുകൾ എന്ന് പറയുമ്പോൾ റൊമാനിയ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തോടുകളാണ്, റോഡുകളെക്കാൾ കൂടുതൽ തോടുകളാണ് അവിടെ ഉള്ളത്. ഇറ്റലിയിലും ഒക്കെ ഒരുപാട് തോടുകളാണ് ഉള്ളത്. പക്ഷെ ആ തോടുകൾ തന്നെ ആളുകൾക്ക് കാറിന് പകരം ബോട്ടുകളാണ് ഉള്ളത്. സൗകര്യമായിട്ട് ഈ തോട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ബോട്ടുകളാണ് ഓരോ വീട്ടിലുള്ളത്. പക്ഷെ അവരവരുടെ നദി സൂക്ഷിച്ചിരിക്കുന്ന കണ്ടാൽ, ഓരോ ചെറിയ തോടുകളും സൂക്ഷിച്ചിരിക്കുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അതും നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ പാലക്കാട് നിന്ന് കിഴക്കോട്ട് എടുക്കുന്ന ശിരുവാണിപ്പുഴ, ആ ശിരുവാണിപ്പുഴയിൽ സോപ്പിട്ട് കുളിക്കാൻ ആ നാട്ടുകാർ സമ്മതിക്കില്ല. അപ്പൊ അവര് പറഞ്ഞ സോപ്പ് എടുക്കുമ്പോൾ തന്നെ അവർ പറയും പാടില്ല, ഇത് തമിഴ്നാട്ടിലെ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് ഈ പോകുന്നത്, നിങ്ങൾ സോപ്പിട്ട് കുടിക്കരുതെന്ന് ആ നാട്ടുകാരെ ആ ഗ്രാമീണർ നമ്മളോട് പറയും. ഈ രീതിയിലുള്ള കരുതൽ എല്ലാ മലയാളിക്കും ഉണ്ടാകണം. ഒരു മലിന വസ്തു പോലും നമ്മുടെ മുമ്പിലുള്ള തോട്ടിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. ഒരു കക്കൂസിന്റെയും ഓപ്പണിങ് പിന്നെ ഒരു പൈപ്പ് ഈ തോട്ടിലോട്ട് വെക്കാൻ പാടില്ല. അഷ്ടമുടിക്കാലേക്ക് അനുഭവിക്കുന്ന പ്രശ്നം അതാണ്. എല്ലാ കക്കൂസുകളുടെയും പൈപ്പുകൾ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കായൽ കൂടുതൽ മലിനമാകുന്നു. നല്ല മത്സ്യങ്ങളൊന്നും കിട്ടാതായിരിക്കുന്നു, നല്ല കരിമീനൊന്നും ഇല്ല. ഇപ്പോ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാഞ്ഞിരോട്ട കരിമീനൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അതിന് പകരം ആന്ധ്രയിൽ നിന്നും വരുന്ന കരിമീനാണ് ഇപ്പോ കൊല്ലത്തെ പല കമ്പോളങ്ങളിൽ കിട്ടുന്നത് എന്നുള്ളത് ഈ മാലിന്യം നിറഞ്ഞ ജലാശയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ സംഘങ്ങളെയും പടന്മാരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് വളരെ പുരാതനമായൊരു പാട്ട് ഈ ഗായകർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കുന്ന വേറൊരു പാരസ്പര്യത്തെ കുറിച്ചുള്ള ഒരു കവിതയിൽ ഞാൻ എഴുതിയല്ല, പണ്ടങ്ങാണ്ട് ആരോ ഉണ്ടാക്കിയ ഒരു കവിതയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. മണ്ണേ നമ്പി മരമിരിക്ക് ഐലസ, മരത്തെ നമ്പി കൊമ്പിരിക്ക് ഐലസ, കൊമ്പേ നമ്പി ഇലയിരിക്ക് ഐലസ, ഇലയ നമ്പി മൊട്ടിരിക്ക് ഐലസ, മൊട്ടേ നമ്പി പൂവിരിക്ക് ഐലസ, പൂവ നമ്പി കായിരിക്ക് ഐലസ, കായെ നമ്പി കരിയിരിക്ക് ഐലസ, കനിയ നമ്പി കിളിയിരിക്ക് ഐലസ, കിളിയ നമ്പി നാനിരിക്ക് ഐലസ, എന്നെ നമ്പി മണ്ണിരിക്ക് ഐലസ. നമ്മൾ എല്ലാവരും പാരസ്പര്യത്തിൽപ്പെട്ടവരാണ്. മരത്തിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, മരത്തിനോട് കിളി കടപ്പെട്ടിരിക്കുന്നു, മരം മണ്ണിനോട് കടപ്പെട്ടിരിക്കുന്നു, മണ്ണ് നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു, നമ്മൾ മണ്ണിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പാരസ്പര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രകൃതിയുമായ പാരസ്പര്യം എന്നും ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത കൂട്ടത്തിൽ പറ്റിയ വലിയൊരു അപകടമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ളത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുക അല്ല വേണ്ടുന്നത്, പ്രകൃതിയുമായി യോജിച്ചു പോവുകയാണ്. പ്രകൃതിയിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുകയും പ്രകൃതിക്ക് അത് നമുക്ക് തരാനുള്ള ആരോഗ്യം എപ്പോഴും ഉണ്ടാക്കത്തക്ക രീതിയിൽ പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടുന്ന നിലപാട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.